അനുമോൾ ഇവിടുന്ന് ഇനി നേരെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഒരിക്കലും ഇവിടെയുള്ള ഷൂട്ടിംഗ് സെറ്റുകളിൽ എത്താൻ സാധിക്കില്ല. യാത്രകളെല്ലാം മുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരുപാട് യാത്രകളാകുമ്പോഴേക്കും അനുമോൾ അഭിനയം നിർത്തും. ഇത്തരത്തിൽ പല വാർത്തകളും ഇന്നലെ മുതൽ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല സത്യം. അനുമോളുടെ ആലോചന വന്ന സമയത്ത് അല്ലെങ്കിൽ അനുമോളെ ഭുവനേഷ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് അനുമോൾ ആദ്യം പറഞ്ഞ കാര്യം, എൻ്റെ ഷൂട്ടിംഗ്, ജോലി, എൻ്റെ വീട്ടുകാരെല്ലാം ഇവിടെ തിരുവനന്തപുരത്താണ്, അവരോടൊപ്പം താമസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് തിരുവനന്തപുരം വിട്ട് വരാൻ സാധിക്കില്ല. അതായിരുന്നു ഭുവനേഷിനോട് അനുമോൾ ആദ്യം പറഞ്ഞത്. ഉടനടി ഭുവനേഷും അമ്മയും ചെയ്തൊരു കാര്യം എന്നത് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങി എന്നതാണ്. തിരുവനന്തപുരത്ത് തന്നെ നിന്നോളൂ, നമുക്ക് ഈ ഫ്ലാറ്റിൽ നിൽക്കാം, അമ്മയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ തന്നെയും ഷെഡ്യൂൾ അനുസരിച്ച് അവധിയുള്ളപ്പോൾ നമുക്ക് പോയി കാണാം. അതുപോലെ തന്നെ അനുമോളുടെ വീട്ടുകാരെയും. അതാണ് അനുവിന് വേണ്ടി ഭുവനേഷ് ആദ്യം ചെയ്ത കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആ ഫ്ലാറ്റിൽ എത്തിയപ്പോൾ എനിക്ക് ഈ ഫ്ലാറ്റ് നേരത്തെ സുപരിചിതമാണ് എന്ന് അനുമോൾ പറഞ്ഞത്. അനുമോൾ പറഞ്ഞ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഭുവനേഷ് അത് ചെയ്തത്. കാരണം അനുമോൾക്ക് അനുമോളുടെ കരിയർ എത്രമാത്രം പ്രിയങ്കരമാണ് എന്ന് ഭുവനേഷിനറിയാം. ഭുവനേഷിനും അത് അറിയാൻ വളരെയധികം താല്പര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു അഭിനേതാവ് ആകണമെന്നത് ഒരു ആഗ്രഹം തന്നെയാണ് മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഒരു കരിയർ ഉള്ള ഒരാളെ തകർക്കാൻ ഒരിക്കലും അദ്ദേഹം അത് ചെയ്യില്ല എന്നതാണ് സത്യം. അതാണ് അനുമോൾ കണ്ടെത്തിയ ആളിൽ ഏറ്റവും പ്രധാനമായി തന്നെ കാണുന്നൊരു കാര്യം.